ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോഴത്തേക്ക് നമുക്കിന്നൊരു പൊറാട്ടമ്മ നന്നായിട്ട് തുടങ്ങാം അല്ലേ. ഇവിടെ വൈകുന്നേരമായ സമയത്ത് ഉപ്പക്കും മക്കൾക്കും പൊറാട്ട കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കുരുമുളകൊക്കെ ഇട്ട കറിയായിരുന്നു. അത് കണ്ടിട്ട് അവർക്ക് പൊറാട്ട തിന്നണമെന്ന്. അങ്ങനെ ഉപ്പയും മക്കളും തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. എന്തായാലും അൽഹംദുലില്ലാ പൊറാട്ടയ്ക്ക് ഉഷാറായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള പണി മൊത്തവും ഞമ്മക്കാണ്. ഓയിൽ തടവിയതും കൗണ്ടർ ടോപ്പ് മൊത്തം ഇട്ടിങ്ങായിട്ട് പൊറാട്ട അടുക്കിയ സംഭവങ്ങളൊക്കെ ചെയ്ത് കൗണ്ടർ ടോപ്പ് മേലാണല്ലോ. അപ്പോൾ അതൊക്കെയും ക്ലീൻ ആക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓരെടുത്ത പാത്രങ്ങളും കാര്യങ്ങളും പിന്നെ ഫുഡ് കഴിച്ചതും അതെല്ലാം കൂടി കേക്ക് ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇസൂന് ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ താത്തമാർ വരെ തല്ലുകൂടും വരും, അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പൊറാട്ട ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്തൊന്നും ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അതിൻ്റെ തലയിലാവുന്ന എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അതിൽ കുറച്ച് ചോറ് ബാക്കിയുള്ളത് ആ ഒരു കൊട്ടയിൽ അവിടെ വെച്ചാണ് കേട്ടോ. പിന്നെ ഇതേ രാവിലെ എണീച്ച് രാവിലെ പത്തിരിയും വെള്ള ഗ്രീൻ പീസിൻ്റെ വൈറ്റ് ഉണ്ടല്ലോ അതും കൂടിയിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ലോണം ചട്ടിമ്മലിട്ട് ഞെരിച്ച് വെച്ചത് കൊണ്ടാണ് പത്തിരി അങ്ങനെ കുറച്ചൊക്കെ കരിനൊക്കെ പോയല്ലോ, സ്വാഭാവികം. പിന്നെ ഇതേ എൻ്റെ ഉമ്മ അല്ലാണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കൊന്നും പോയതാണ് കേട്ടോ. ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല, ഉപ്പ ജോലിക്ക് പോയതാണ്. ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല, ഉമ്മ ഹോസ്പിറ്റലിലാണ്. മാതാപിതാക്കളില്ലാണ്ട് നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു എന്താണെന്നറിയില്ലേ. അവരെവിടെ പോയതാണെങ്കിലും കൂടിയിട്ട് അവിടേക്ക് അവരില്ലാണ്ട് ആ ഒരു വീട്ടിൽ നിൽക്കാനേ തോന്നില്ല കേട്ടോ എനിക്ക്. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഉമ്മ ഉപ്പ എന്ന് വിളിച്ച് അങ്ങോട്ട് കയറി ചെല്ലാൻ അവരവിടെ ഉണ്ടാകുക എന്നുള്ളത് തന്നെ ഒരനുഗ്രഹം തന്നെയാണല്ലോ. ഇപ്പോൾ ഞാൻ എന്തായാലും അടുക്കളയിൽ പോയിട്ട് അവർ വാങ്ങിച്ച കാരക്ക് ഈ ചെറിയ കൽക്കണ്ട മുട്ട ഉണ്ടല്ലോ അതൊക്കെ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നിസ്കാരക്കുപ്പായൊക്കെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ വീഡിയോ എടുത്ത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പൂനൂരേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് രണ്ടാളും പിരിയൊക്കെ ചെയ്തിട്ട് അവൾക്കുള്ള നിസ്കാരക്കുപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ പറയും 3 മണിയാകുമ്പം പറയും മക്കൾ സ്കൂൾ വരുമ്പോൾക്ക് പോടെന്ന് പറയും. പക്ഷെ എന്നാൽ അതൊന്നും പറയാൻ കാത്തുന്നില്ല. 2 മണിയാകുമ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നതിന് ശേഷം പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് മോള് പറയുന്നത് ഒരു വയറുവേദന ഉണ്ടെന്ന്, രണ്ടാമത്തെ മോള്. അപ്പോൾ ഓളെ പോയി കണ്ടിട്ട് ഡോക്ടറെ കാണിക്കാനൊക്കെ വേണ്ടി പോയി. അങ്ങനെ എല്ലാം കൂടി മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലെത്തിയ സമയത്ത്. പിന്നെ പെട്ടെന്ന് കറികളൊക്കെ ആക്കി, രാത്രിയൊക്കെ കറികളൊക്കെ ആക്കി നെയ്ച്ചോറൊക്കെ വെച്ച് അങ്ങനെ ഫുഡ് കഴിച്ച്. കറി കുക്കറിലേക്ക് വെക്കുന്നത് വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിന് ശേഷം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.